അങ്ങനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം പാട്ടും ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ചെക്കൻ്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ എന്താ പറയുക, ഫുള്ള് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പന്തൽക്കാലം അടിപൊളി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും ദിവസം വീഡിയോ ഇടാത്തതിൻ്റെ റീസൺ എന്താ വെച്ചാൽ നമുക്ക് തീരെ വയ്യായിരുന്നു, പനിയും ഛർദിയൊക്കെ ആയിരുന്നു. അപ്പോൾ തീരെ വയ്യാത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ എന്തായാലും കണ്ടിന്യൂസ് ആയി വീഡിയോ ഇടാൻ നോക്കുക ഇൻഷാ അല്ലാഹ്. കുറേ വീഡിയോസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല, കാരണം വയ്യാത്തതുകൊണ്ടായിരുന്നു. ഞാൻ ചെക്കനും പെണ്ണും ഫോട്ടോഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ അടുത്ത വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ചെക്കൻ വരുന്നത് കണ്ട്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ എന്താ പറയുക, വന്നപ്പോൾ തന്നെ പിന്നെ ഫുഡ് കഴിക്കാനും അതിനൊക്കെ നിന്നിട്ടാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നേരെ ചെക്കനെയും പെണ്ണിനെയും സ്റ്റേജിൽ കയറ്റി. അതൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളെല്ലാവരും കൂടെ ഡാൻസിലും അതിനൊക്കെ പോയി. ഫുള്ള് വൈബായിരുന്നു. എന്തായാലും നമ്മളെ ബോറടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല, ഫുള്ള് ഡാൻസൊക്കെ ആയിരുന്നു. പിന്നെ ചെക്കനും പെണ്ണി നമുക്ക് മുന്നേ അറിയണോണ്ട് തന്നെ അവരായാലും നല്ല അടിപൊളിയായിരുന്നു, നല്ല വൈബായിരുന്നു. പിന്നെ അവിടുത്തെ ഫാമിലിയിൽ എല്ലാവരും കൂടെ ഒപ്പന കളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും എന്താ പറയുക, പരമാവധി സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ അവർ നല്ല അടിച്ച് പൊളിച്ച്. ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ പൊതുവേ ഭയങ്കര ആക്റ്റീവാണ്. നമ്മളൊരിക്കലും ബോറടിപ്പിക്കുന്ന രീതിയിലായിരുന്നില്ല. കുട്ടികളായാലും അതേപോലെ വലിയവരായാലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് പറ്റിയ ആൾക്കാരാണ്. അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ വീട്ടിലത്തെ ഒപ്പനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഐസു പാട്ട് തരാൻ കയറിയത്. കുറേ നേരം അയാളോട് പാട്ട് പാടാൻ പറയുന്നത്. അങ്ങനെ പാട്ട് തരാൻ കയറി. ഫുള്ള് കോമഡി ആയിരുന്നു. അവൾക്ക് പാട്ടറിയാണ്ട് ഏത് പാട്ടാ പാടാന്നിട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ കുറേ പാട്ട് പാടിയിരിക്കണ്. പിന്നെ മൈക്ക് കണ്ട് കൊടുക്കല്ലായിരുന്നു, കുറേ പാട്ട് പാടിയിരിക്കണ്. പിന്നെ അവൾക്ക് പാട്ട് കിട്ടാണ്ടായപ്പോൾ കുറേ റൈം സോങ്സും കാര്യങ്ങളൊക്കെ പാടി. എന്തായാലും ചെക്കനൊക്കെ ഭയങ്കര ചിരിയിലും എന്താ പറയുക, അപ്പോഴാണ് ചെക്കൻക്കും കുറച്ച് എനർജി കൊണ്ട് കയറിയത് ആ പാട്ടും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ. എന്നാലും അവളും കുറേ എൻജോയ് ചെയ്ത്, നമ്മളും എൻജോയ് ചെയ്ത്, കുറേ ചിരിച്ചിരിക്കണം അവളെ പാട്ട് കേട്ടിട്ട്. എന്തായാലും സംഭവം അവൾക്ക് പാട്ടൊന്നും കിട്ടായിട്ടാണെങ്കിലും അവൾക്ക് അറിയുന്ന പാട്ട് മൊത്തം പാടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അവൾ പരമാവധി മുതലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പെണ്ണിനെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെണ്ണിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അത്രയും നേരം ഓണാവാത്ത കുട്ടികളടക്കം വന്ന് നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ലാസ്റ്റ് എത്തിയപ്പോഴാണ് അവർക്ക് ഡാൻസ് കളിക്കാൻ തോന്നി. എന്തായാലും അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ നമ്മൾ കല്യാണം കൂടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ നമ്മൾ എന്തായാലും വരുന്നതായിരിക്കും. അതുവരെയും ബൈ.